മാങ്കൂട്ടത്തിനെതിരെ മൂന്നാമത്തെ പീഡന പരാതി നൽകിയ അതിജീവിത. ഈ അതിജീവിതയുടെ വാട്സപ്പ് ചാറ്റുകൾ പുറത്തുവിട്ടിരിക്കുന്നു ഫെനി നൈനാൻ. ഫെനി നൈനാനെ നമുക്കറിയാം, എന്താ പറയുക, സന്തത സഹചാരിയാണ്. വിക്രമാദിത്യനും വേതാളവും എന്ന് പറയുന്നത് പോലെ എപ്പോഴും കൂടെയുണ്ട്. പക്ഷേ ഈ ഒരു അവസരത്തിൽ ഇത്തരത്തിലുള്ള ചാറ്റുകൾ പുറത്തുവിടുന്നതിന് പിന്നിലും കൃത്യമായ ഒരു രാഷ്ട്രീയ തന്ത്രമുണ്ട് അല്ലേ സർ? രാഷ്ട്രീയ തന്ത്രമൊന്നും അതിനകത്ത് കാണുന്നില്ല. ഇതൊക്കെ ഇവർ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒരു, നമ്മൾ എന്ത് തന്നെ പറഞ്ഞു കഴിഞ്ഞാലും ഒരു ക്രിമിനൽ മൈൻഡ്, ഒരു കുറ്റവാളിയുടെ മനസ്സാണ്. ഒരു വെടക്കാക്കി തനിക്കാക്കലാണോ? അത് മാത്രമല്ല, ഇയാളും കുറ്റവാളിയുടെ ഒരു, കാരണം ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്യുന്നത് എല്ലാം വൃത്തികേടാണെന്ന് അറിഞ്ഞുകൊണ്ടാണല്ലോ ഈ ഫെനി നൈനാൻ എല്ലാം രഹസ്യമായിട്ട് ചെയ്യുന്നത്, ഇല്ലേ? നമ്മൾ പുറത്തൊരാൾ കാണാൻ അല്ലെങ്കിൽ അറിഞ്ഞു കഴിഞ്ഞാൽ മോശമാണെന്ന് സ്വയം ബോധ്യമുള്ളതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും പലതും രഹസ്യമാക്കുന്നത്. നമുക്ക് തന്നെ ബോധ്യമുള്ളതിൻ്റെ പേരിലാണ്. അപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒരു സ്വഭാവത്തിൻ്റെ ഒരു ഡാർക്ക് സൈഡാണ് ഫെനി നൈനാൻ എന്ന് പറയുന്നത്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പുറത്ത് കാണിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഈ പറഞ്ഞതുപോലെ വളരെ ബുദ്ധിമാനായിട്ട് പല കാര്യങ്ങൾ വിശകലനം ചെയ്യുന്നു, നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, ഇദ്ദേഹം നല്ല രസകരമായിട്ട് സംസാരിക്കുന്നു, ചിരിക്കുന്നു, ശക്തമായ പോരാളിയാണ്, ഇങ്ങനെയൊക്കെയുള്ളൊരു ഫേസ് ഉയർത്തി കാട്ടിയിട്ടാണ് ചുരുങ്ങിയ സമയം കൊണ്ട് ഈ ചാനലുകളിൽ ചർച്ചയിൽ പ്രത്യക്ഷപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ പെട്ടെന്ന് കോൺഗ്രസിൻ്റെ ഉള്ളിലെ ഒരു താരമായി ഉയർന്നത്. അപ്പോൾ അങ്ങനെ ഉയരുമ്പം പോലും ഇദ്ദേഹത്തിൻ്റെ ഈ പ്രക്രിയകളെല്ലാം ഇങ്ങനെ പിന്നിൽ നടക്കുന്നുണ്ടായിരുന്നു. ഇത് കോൺഗ്രസിനുള്ളിലെ ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾക്ക് അറിയാമായിരുന്നു, രമേശ് ചെന്നിത്തലയ്ക്ക് അറിയാമായിരുന്നു, വി.ഡി. സതീശൻ നേരത്തെ അറിയാമായിരുന്നു, അതിനകത്തുള്ള പല നേതാക്കന്മാർക്കും, മുതിർന്ന നേതാക്കന്മാർക്കെല്ലാം അറിയാമായിരുന്നു ഇദ്ദേഹത്തിൻ്റെ രീതി, കയ്യിലിരിപ്പ് ഇങ്ങനെയാണെന്ന്. അപ്പോൾ ഇതൊക്കെ അറിഞ്ഞിട്ട് പോലും ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു പ്രഭാവവും അല്ലെങ്കിൽ ചാനൽ ചർച്ചകളിൽ കോൺഗ്രസ്സിന് ഗുണകരമാവുന്ന രീതിയിലുള്ള ചർച്ചയും ഒക്കെ ഉണ്ടാക്കി. മാത്രമല്ല, കാണികളിൽ പോലും വലിയൊരു പ്രതീക്ഷ ഉണ്ടാക്കി. കാരണം ഇത്തരത്തിലുള്ള കോൺഗ്രസ് യുവ നേതാക്കന്മാരൊക്കെ ഏത് രാഷ്ട്രീയ പാർട്ടി വന്നില്ല, അത് CPM-ലാണെങ്കിലും BJP-യിലാണെങ്കിലും ഏത് രാഷ്ട്രീയ പാർട്ടിയിലും നല്ല കഴിവുള്ള നേതാക്കന്മാർ ഉയർന്നു വരുന്നതനുസരിച്ചിട്ടാണ് നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ആ ഒരു കൈകാര്യം അല്ലെങ്കിൽ അതിൻ്റെ മികവ് പുറത്തേക്ക് വരിക. അത് ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും. അപ്പോൾ നമ്മൾ ഇത്തരം ഒരു കോൺഗ്രസിനകത്ത് ഇങ്ങനെയുള്ള ഒരു നല്ല യുവാക്കളുടെ ഒരു നിരയുണ്ട്. വേറൊരു രാഷ്ട്രീയ പാർട്ടിയിൽ ഇപ്പോൾ കേരളത്തിൽ ഇത് കാണാനില്ല. ഒരുപാട് യുവാക്കളുടെ നല്ല നിരയുണ്ട്. അതിൽ ഒട്ടേറെ പേര് നല്ല കാമ്പുള്ളവരുമാണ്. അപ്പോൾ ആ കൂട്ടത്തിൽ ഏറ്റവും തിളങ്ങിയുന്ന കക്ഷിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ യഥാർത്ഥ സ്വഭാവം ഇങ്ങനെ പുറത്തേക്ക് വന്നു തുടങ്ങി. ഈ ചാനൽ ചർച്ചകളിലൊക്കെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഏതാണ്ട് മറ്റുള്ളവരുടേക്കാൾ മികച്ച രീതിയിൽ അലറുകയും ആൾക്കാരെ ഈ അധിക്ഷേപിക്കുകയൊക്കെ ചെയ്യുന്ന രീതിയിലേക്ക് വരികയും ഏറ്റവും അതിൻ്റെ ക്ലൈമാക്സ് ആയിരുന്നു പത്മജ വേണുഗോപാലിനെ അധിക്ഷേപിച്ചുകൊണ്ട് പറഞ്ഞ ആ ഒരു പ്രസ്താവന. അതിലൂടെ ശരിക്കും പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ എന്താണ് ആ വ്യക്തി എന്നുള്ളത് കൃത്യമായിട്ട് ശ്രദ്ധിക്കുന്നവർക്ക് മനസ്സിലാകുമായിരുന്നു. അപ്പോഴും ഇദ്ദേഹത്തിൻ്റെ ഇമേജ് വളരെ മുകളിലായിരുന്നു. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഒരു ഡാർക്ക് സൈഡുണ്ട്. ആ ഡാർക്ക് എപ്പോഴും ഈ ക്രിമിനൽസ്, കുറ്റവാളികൾ അവരുടെ യഥാർത്ഥ മുഖം മറച്ചു വെച്ചിരിക്കും. ആ മറച്ചു വെച്ച മുഖമാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മറച്ചു വെച്ചിരുന്ന മുഖമാണ് ഫെനി നൈനാൻ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഫെനിയെയും ചോദ്യം ചെയ്യേണ്ടതല്ലേ? ശരിക്കും ഫെനിയെയും ചോദ്യം ചെയ്യേണ്ടതാണ്, അറസ്റ്റ് ചെയ്യേണ്ടതാണ്. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇതിനകത്ത് കോടതിയുടെ മുമ്പ് വരുമ്പോഴത്തേക്ക് പല കേസുകളും ഈ പറഞ്ഞ പരസ്പര സമ്മതത്തോടു കൂടിയൊക്കെ ചെയ്തിട്ടുള്ളതാണെന്ന് വരുന്നു. ഇവിടെ ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്ത നടപടി പോലും സർക്കാർ ഒരു പരിധിവരെ ഒരു യവനെ പിടിച്ച് 2 ദിവസം അകത്ത് ഇട്ടേ മതിയാവും, ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് രാഷ്ട്രീയമായ നേട്ടം ഉണ്ടാക്കാം, മറ്റേ സ്വർണ്ണക്കൊള്ളയിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടാം എന്നൊക്കെയുള്ള ലക്ഷ്യത്തിലാണ് സർക്കാർ ഈ അറസ്റ്റ് നടത്തിയിരിക്കുന്നത്. അല്ലാതെ ഈ ഒരു സ്ത്രീ വിഷയത്തോടുള്ളയോ അതല്ലെങ്കിൽ സ്ത്രീകളുടെ മാനത്തോടുള്ളയോ സ്ത്രീകളെ അബ്യൂസ് ചെയ്തതിനോടുള്ള രോഷം കൊണ്ടൊന്നുമല്ല സംസ്ഥാന സർക്കാർ ഇത് ചെയ്തിരിക്കുന്നത്. തങ്ങൾക്ക് രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാൻ കഴിയും എന്നുള്ള ലക്ഷ്യത്തിൻ്റെ പേരിലാണ് ഈ അറസ്റ്റ് നടത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ശനിയാഴ്ച രാത്രി പോയി അറസ്റ്റ് ചെയ്ത് ഞായറാഴ്ച ജാമ്യം കിട്ടില്ല എന്നുള്ള ഉറപ്പുണ്ട്. കസ്റ്റഡിയിലാണ് ഇപ്പം. അതിനുശേഷം നടപടി പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോടതിയുടെ മുമ്പിൽ വന്നു കഴിഞ്ഞാൽ ഇയാൾക്ക് ഒന്നുകിൽ മുൻകൂർ ജാമ്യം, അതല്ലെങ്കിൽ മറ്റ് 2 കേസുകളിലെ പോലെ ഒന്നുകിൽ മുൻകൂർ ജാമ്യം, അതല്ലെങ്കിൽ അടുത്ത കോടതി പരിഗണിക്കും വരെ അറസ്റ്റിൽ നിന്നുള്ള ആശ്വാസം. ഇത് രണ്ടിലേതെങ്കിലും ഒന്ന് ലഭിക്കും എന്നുള്ളതിൻ്റെ പൂർണ്ണമായ ഉറപ്പുള്ളത് കൊണ്ടാണ് സർക്കാർ ശനിയാഴ്ച രാത്രി പോയി അറസ്റ്റ് ചെയ്തത്.
അങ്ങനെ അറസ്റ്റ് ചെയ്തിട്ട് ഈ പറഞ്ഞ കുറച്ച് ദിവസത്തേക്ക് അതിൻ്റെ രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കുക. അതോടൊപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ കത്തി നിൽക്കുമ്പോൾ മറ്റു ചില വിഷയങ്ങൾ പുകഞ്ഞുകൊണ്ട് നിൽക്കത്തേ ഉള്ളൂ, കത്തത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടി, അല്ലാതെ ഒരു സ്ത്രീകളുടെ വിഷയത്തോടുള്ള അല്ലെങ്കിൽ സ്ത്രീപക്ഷത്തുള്ള നിന്നുകൊണ്ടുള്ള നടപടിയൊന്നുമല്ല അതെ, സർക്കാരിൻ്റെ ഈ ഭാഗത്തുനിന്നുണ്ടായത്. ഒരു വിഷയം കയ്യിൽ കിട്ടിയിട്ട് മുഖ്യമന്ത്രിയുടെ കയ്യിലൊക്കെ കിട്ടിയിട്ട് നാളുകളേറെ ആയല്ലോ. അതെ, അതിനുശേഷം ഇപ്പോഴാണ് ഇതെടുത്ത് പ്രയോഗിക്കുന്നത് എന്ന് മാത്രമേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ഇത് അവരുടെ രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടി മാത്രമാണ്. മാത്രമല്ല ഇതിനകത്ത് ഈ ഈ അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടല്ലോ, ഇപ്പോൾ കപ്പിൻ്റെ പുറത്തൊക്കെ എഴുതിയിരിക്കുന്ന ഉം, ലവ് ടു ദ മൂൺ ആൻഡ് ബാക്ക്, ഉം, അതുപോലും ഇപ്പം സംശയം തോന്നുകയാണ്. ആ ഒരു ഇത് എഴുതിയ സ്ത്രീയാണ് ഇത് എഴുതിയെന്നുണ്ടെങ്കിൽ അവർ അസാധ്യമായ ഒരു എഴുത്തുകാരിയാണ്, ഒരു സംശയമില്ല കാര്യത്തിൽ. ആ രീതിയിലുള്ള ഒരു ഫേസ്ബുക്ക് കുറിപ്പാണ് ഇട്ടിരിക്കുന്നത്. മറ്റൊന്ന് അതല്ലെങ്കിൽ ഇതേതെങ്കിലും ഒരു PR ഏജൻസി എഴുതിയതാണെന്ന് നമുക്ക് സംശയിച്ചു കഴിഞ്ഞാൽ ആ സംശയ അസ്ഥാനത്താവത്തില്ലെന്നാവുന്നു. കാരണം അത് പിറ്റേന്ന് പിണറായി വിജയൻ ഈ കപ്പിൻ്റെ പുറത്ത്, ഇതെല്ലാം മീഡിയയെ കണ്ടുകൊണ്ടാണ്, ഈ കപ്പിൻ്റെ പുറത്ത് ലവ് യു ടു ദ മൂൺ ആൻഡ് ബാക്ക് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ആ കപ്പെടുത്തിട്ട് ഇത് കാണത്തക്ക വിധം കുടിക്കുന്നു, പാളയത്തിരുന്നുണ്ട് പ്രതിഷേധ സമരത്തിനിടയ്ക്ക്. അതിനുശേഷം പിന്നെ വിദ്യാഭ്യാസ മന്ത്രി തൃശ്ശൂർ കലോത്സവ വേദിയിൽ ഐ ലവ് യു ടു ദ മൂൺ ആൻഡ് ബാക്ക് എന്ന് പറയുന്നു. അപ്പോൾ ഇവിടെയൊക്കെ അവരുടെ ആ ഒരു പൊളിറ്റിക്കൽ ലക്ഷ്യം വളരെ വ്യക്തമാണ് സർക്കാരിൻ്റെ ഉദ്ദേശശുദ്ധി എന്നുള്ള സാധനം ഈ അറസ്റ്റിൻ്റെ പിന്നിൽ 1% പോലും ഇല്ല. ഈ പിന്നെ അതിജീവിതയുടെ അടുത്തും സർക്കാരിന് യാതൊരു അനുകമ്പയില്ല, സ്ത്രീകളുടെ വിഷയത്തോടില്ല, ഒന്നുമില്ല. ഈ സ്ത്രീയാണെങ്കിൽ സ്ത്രീ, അല്ലെങ്കിൽ സ്ത്രീകളുടെ പീഡന വിഷയമാണെങ്കിൽ അത് ഉപയോഗിച്ച് എങ്ങനെ രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാമെന്നുള്ളതാണെന്ന് വെച്ചിരിക്കുന്നത്. അതേപോലെ അതിൻ്റെ മറ്റൊരു വശമാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഫെനി നൈനാൻ എന്ന് പറയുന്നത്. ഈ ഫെനി നൈനാൻ സകല കേസുകൾ, ഇദ്ദേഹം ഉൾപ്പെട്ടിരിക്കുന്ന എല്ലാ കേസുകളിലും ഫെനി നൈനാൻ ഇൻവോൾവ് ആണ്, അല്ലേ? അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറുപ്പക്കാരനെന്ന നിലയിൽ നമുക്ക് ആലോചിച്ച് നോക്കേണ്ടതാണ്, എങ്ങനെ ഒരു ചെറുപ്പക്കാരൻ ഇത്രയധികം ക്രിമിനലായിക്കോട്ടെ, ഇപ്പം ക്രൈം ചെയ്യുന്നവരിൽ പോലും ചില വ്യക്തികൾക്കൊരു സ്വയം ബഹുമാനമൊക്കെ തോന്നും, അല്ലേ? ഇതിപ്പോൾ മറ്റൊരു വ്യക്തിക്ക് വേണ്ടി, ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിലൂടെ പോലും നമുക്ക് വേണമെങ്കിൽ അയാളുടെ ഒരു മനോവൈകല്യമെന്നോ സ്വഭാവമെന്നോ ക്രിമിനൽ മൈൻഡെന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. പക്ഷേ വേറൊരാൾക്ക് വേണ്ടി ഇതിങ്ങനെ ചെയ്തു കൊടുക്കുക എന്ന് പറയുന്ന ഒരു പ്രക്രിയ, അതിൻ്റെ പേര് ഞാൻ പറയുന്നില്ല, ഇല്ലേ? അത് എത്ര ഒരു സ്വയം ബഹുമാനമില്ലാത്ത ഒരു ചെറുപ്പക്കാരൻ അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് മാത്രമേ ഇത് ചെയ്യാൻ കഴിയും. ശരിക്കും പറഞ്ഞാൽ ഏറ്റവും വൈകൃതമുള്ളത് നൈനാനാണ്, ഫെനി നൈനാനാണ്, അല്ലേ? സ്വന്തം ചെയ്യുന്നതിനേക്കാൾ, അതെ അതെ, ഉറപ്പായിട്ടും. അപ്പോൾ അതാണ് നമ്മുടെ, ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ഒന്ന് ആലോചിച്ച് നോക്കേണ്ടതാണ്. ഇങ്ങനെയൊക്കെ ഉള്ളവരാണ് രാഷ്ട്രീയത്തിനോട് ചേർന്ന് നിൽക്കുന്നതും രാഷ്ട്രീയത്തിലേക്ക് ഇതെല്ലാവർക്കും അറിയാവുന്ന സംഗതിയൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിനകത്ത് നമ്മളിതിനെ പിന്നെ ഈ ഒരു വിഷയം ചർച്ച ചെയ്യുമ്പോഴത്തേക്ക് ഒന്ന് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് യാതൊരുവിധമായിട്ടുള്ള ഒരു അനുകമ്പയോ അതല്ലെങ്കിൽ ഒരു സമീപനമോ ഉണ്ടായിട്ടില്ല. ഇതിനകത്ത് ആകെ നമുക്ക് എടുത്തു പറയാൻ പറ്റുന്നത് ഒരു സംഗതി നമുക്ക് പറയാതിരിക്കുന്നത് ശരിയല്ല. അതിനകത്ത് VD സതീശൻ പറഞ്ഞ ഒരു പ്രസ്താവനയാണ് ഈ സമീപകാലത്ത് കേരള രാഷ്ട്രീയത്തിൽ കണ്ട എന്താ പറയുക, ഒരു വളരെ വ്യത്യസ്തമായ ഒരു സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറയുന്നത്. അതായത് ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നടപടി എടുത്തത് എന്ന് വെച്ചാൽ അവർക്കെല്ലാം അറിയാം, അവർക്കൊക്കെ നേരിട്ട് അനുഭവമുള്ള ഒരുപാട് കേസുകളുണ്ട്. 1, 2, 3, 4, 5 മക്കൾ വരെ നമ്മളതിലേക്ക് പോകുന്നില്ല, നമ്മൾ പറയുന്നത് ശരിയല്ലത്. കാരണം അതൊക്കെ നമ്മൾ ഈ സംസാരിക്കുമ്പം പോലും ഇതൊരു വിഷയമെങ്കിൽ അവരാരെങ്കിലും കേൾക്കുകയാണെങ്കിൽ അവരുടെ മാനസികാവസ്ഥ ആലോചിച്ച് നോക്കണം, ഇല്ലേ? ആ പെൺകുട്ടി ഇത് കേൾക്കുകയാണെങ്കിൽ അവസ്ഥ ആലോചിച്ച് നോക്കുക. ആ പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും സഹോദരങ്ങളും കേൾക്കുകയാണെങ്കിൽ അവിടെയാണ് നമ്മൾ ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോഴൊക്കെ വളരെയധികം സൂക്ഷിക്കേണ്ട സംഗതി. പക്ഷെ അതാണ് പറഞ്ഞത്, ഇതാണ് ക്രിമിനൽസ് എന്ന് പറയുന്നത്. ഇദ്ദേഹം ഒരു മാനസിക വൈകല്യമുള്ള വ്യക്തിയാണ്, ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ. ആ മാനസിക വൈകല്യവും അതൊരു വിഷയം ഇദ്ദേഹത്തിനെ ചികിത്സിച്ചോ അതല്ലെങ്കിൽ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തി ചികിത്സിക്കുകയൊക്കെ ചെയ്യേണ്ട ഒരു വ്യക്തിയാണ്. ഫെനി നൈനാൻ നോക്കുമ്പം വൈകല്യം മാത്രമല്ല വൈകൃതവും കൂടി കടന്നുകൂടിയിരിക്കുന്നു, മനസ്സിലായില്ലേ? അപ്പം ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ ചെറുപ്പക്കാരൊക്കെ ആലോചിക്കേണ്ടതാണ്. കാരണം ചെറുപ്പത്തിനുള്ള നാണക്കേടാണ്. ഇപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിലും ഈ ഫെനി നൈനാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരാണല്ലോ. ആ ചെറുപ്പക്കാരുടെ തലമുറയ്ക്കും ആ സമൂഹത്തിനും കൂടി ലജ്ജ ഉണ്ടാക്കുന്ന സംഗതികളാണ്, അല്ലേ? എന്നിട്ടും എന്തുകൊണ്ടാണ് അതിലേക്ക് പോകാത്തത്, ആ അറസ്റ്റിലേക്ക്? ഫെനി നൈനാൻ ഇപ്പോഴും വളരെ സർവ്വസ്വതന്ത്രനായിട്ട് നടക്കുന്നത്.
അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ അറസ്റ്റ് നടന്നിട്ട് ഇപ്പോഴീ പറഞ്ഞതുപോലെ കോടതിയുടെ മുമ്പിൽ പോയി കഴിഞ്ഞാൽ ഇത് കിട്ടും. അതിൻ്റെ പേരിലാണ് ഈ ശനിയാഴ്ച രാത്രി അറസ്റ്റ് ചെയ്തിട്ടിരിക്കുകയാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലും അറസ്റ്റ് ചെയ്യുന്നതിന് സാങ്കേതികമായ പ്രശ്നമുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പല കേസുകളിലും ഉഭയകക്ഷി സമ്മതപ്രകാരം നടന്ന സംഗതികളാണ്. അപ്പോൾ ഉഭയകക്ഷി സമ്മതപ്രകാരം നടക്കുന്ന പല ഇങ്ങനെയുള്ള കേസുകൾ ഇപ്പോൾ കോടതി തന്നെ ആ ഒരു സമീപനം എടുത്തിരിക്കുകയാണ്. കാരണം ഒരുപാട് കേസുകൾ ഇത് സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് വേണ്ടി കൊണ്ടുവന്നൊരു നിയമമാണ്. ആ സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള നിയമം ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് രാഷ്ട്രീയമായിട്ടുള്ള ലക്ഷ്യത്തിനും പകപോക്കുന്നതിനും ആൾക്കാരെ മോശമാക്കുന്നതിനും വേണ്ടിയിട്ടൊക്കെയാണ്. അപ്പോൾ അത്ര ഒരു സാഹചര്യം കണ്ടിട്ടാണ് സുപ്രീം കോടതിയിൽ പോലും പറയുകയുണ്ടായി ഇത് വളരെ സൂക്ഷിച്ചു വേണം കൈകാര്യം ചെയ്യേണ്ടത്. ഉഭയകക്ഷി സമ്മതപ്രകാരം ഉള്ള ലൈംഗിക ബന്ധം എങ്ങനെ റേപ്പാകും, അല്ലേ? അപ്പോൾ അത്ര ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ നീങ്ങുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇതിനെയൊക്കെ കാണുക. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ ഫെനി നൈനാൻ്റെ ഈ കുറ്റകൃത്യങ്ങൾ ഈ പിന്നെ എന്താ പിടിക്കപ്പെടാതെ പോകാനുള്ള കാരണങ്ങളൊക്കെ ഇത്തരം ഒരു സാഹചര്യമാണ്.